along with me. Let me take you through my Friday because this Friday was so different and fun. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഫ്രൈഡേസ് ഇഷ്ടം? ലൈക്ക് ഏർലി മോർണിംഗ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണോ അല്ലെങ്കിൽ ഒരു ഉച്ചരായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാനാണോ ഇഷ്ടം? എനിക്ക് എന്തായാലും തലേന്ന് തന്നെ ഇറങ്ങാനാണ് ഇഷ്ടം. എന്നാലാണ് നമുക്ക് ഫ്രൈഡേ മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ചെറിയ നിഗമനം. എന്തായാലും ഖത്തർ ഇൻ്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ തേഴ്സ്ഡേ നൈറ്റ് തന്നെ ദോഹയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈവനിങ് ഒക്കെ നല്ലപോലെ എൻജോയ് ചെയ്ത് മോർണിംഗ് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സൂക്ക് വാക്കഫിൽ നിന്ന് കഴിച്ച് ഈ ഒരു ബീച്ചിലേക്കാണ് വന്നത്. ഇവിടെ ഈ കളർ കല്ലുകളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് കസിൻ എത്തിച്ചതാണ് കേട്ടോ ഇങ്ങോട്ട്. എന്തായാലും നല്ല സ്പോട്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഫ്ലൈറ്റ്സ് ടേക്ക് ഓഫ് ചെയ്യണമൊക്കെ കാണാൻ പറ്റി. പിന്നെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല തണുത്ത കാറ്റായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും. അങ്ങനെ ജുമാൻ്റെ ടൈമായി തുടങ്ങിയപ്പോൾ തന്നെ പതുക്കെ നമ്മൾ മെഷറിബിൽ പോയി. മെഷറിബിൽ നിന്ന് പള്ളിയിലാണ് നിസ്കാരം കൂടിയത്. അവിടെ നിന്ന് പതുക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് കറങ്ങി ഒന്ന് ഉലാത്തി നടന്ന് നേരെ നെക്സ്റ്റ് സ്പോട്ടായിട്ടുള്ള ആസ്പയറിലോട്ട് പോയി. ഈ ഒരു ഫ്രൈഡേയുടെ പ്രത്യേകത ഇതാണ്, ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ട് ഓരോ സ്പോട്ടേക്ക് പോക്കായിരുന്നു പരിപാടി. അങ്ങനെ പാരീസ് കാണിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് കസിൻ ഞങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചു. എന്താണെങ്കിലും ഒരു ഇംഗ്ലണ്ട് കണ്ട ഫീൽ ഉണ്ട്. അത് കഴിഞ്ഞതും എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി തുടങ്ങി. അപ്പോൾ തന്നെ അൽഖാത്തിമാണ് ഫസ്റ്റ് ഓപ്ഷൻ വെച്ചെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് കയറിയ സ്പീഡിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് വേറൊരു മന്തി ഷോപ്പിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല വിശന്നിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ വീക്കെൻഡ് എൻഡ് ചെയ്തത് ഈ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിൽ നിന്നാണ്. ഒബ്വിയസ്ലി നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓൾ ദോഹ പോർട്ട്. ഇതല്ലാതെ എങ്ങനെയാണ് നമുക്ക് വീട്ടിലോട്ട് തിരിച്ചെത്താൻ പറ്റുക? അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ വീക്കെൻഡ് ആൻഡ് ഫ്രൈഡേ എൻജോയ് ചെയ്ത് പോയതിൻ്റെ എല്ലാ തരത്തിലുള്ള ഹാപ്പിനെസ്സിലാണ് വീട്ടിലോട്ട് തിരിച്ചെത്തിയത്.